ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗോള മർദ്ദ മേഖലകളെ കുറിച്ച് ആണ്. എന്താണ് ആഗോള മർദ്ദ മേഖലകൾ? ഭൂമിയിൽ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന അക്ഷാംശങ്ങളെ ആണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന അക്ഷാംശ മേഖലകളെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രൂപം കൊള്ളുന്നത് വ്യത്യസ്ത മേഖലയിൽ ഒരേ മർദ്ദം അനുഭവപ്പെടുന്നു. ഭൂമിയുടെ വ്യത്യസ്ത മേഖലകളിൽ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഉണ്ട്. അങ്ങനെ രൂപം കൊള്ളാൻ കാരണം ഒന്ന്, ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറച്ചിൽ; രണ്ട്, ഭൂമിയുടെ ഭ്രമണം; മൂന്ന്, ഗുരുത്വാകർഷണ ബലം. അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒരേ മർദ്ദം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഇനി സൂര്യന്റെ അയനത്തിനനുസരിച്ച് മർദ്ദ മേഖലകളിൽ സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. സൂര്യന്റെ അയനത്തിനനുസരിച്ച് മർദ്ദ മേഖലകളിൽ സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. ഉത്തരായന കാലത്ത് മർദ്ദ മേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു. അതുപോലെ ദക്ഷിണായന കാലത്ത് മർദ്ദ മേഖലകൾ തെക്കോട്ട് നീങ്ങുന്നു. ഉത്തരായന കാലത്ത് വടക്കോട്ടും ദക്ഷിണായന കാലത്ത് തെക്കോട്ടും മർദ്ദ മേഖലകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ഇനി മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നിവയാണ് മർദ്ദ മേഖലകൾ. ഏതൊക്കെയാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ആദ്യം എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെന്ന് മനസ്സിലാക്കണം. ഭൂമധ്യരേഖയ്ക്ക് ഇരുപുറവും 5 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങളിൽ ആണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ നല്ല ചൂട് അനുഭവപ്പെടുകയും അവിടുത്തെ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ പ്രദേശത്ത് മർദ്ദം കുറയുന്നു. അതുകൊണ്ടാണ് ആ മേഖലയെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പൊ കാറ്റ് അവിടെ ഉണ്ടാകാറില്ല. തുലവും കുറവാണ് കാറ്റ്. അപ്പൊ ആ കാറ്റില്ലാത്ത ആ മേഖലയെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മധ്യരേഖാ പ്രദേശങ്ങളിൽ ഇരുപുറവും 5 ഡിഗ്രി അക്ഷാംശങ്ങളിൽ മധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ചൂട് കൂടുകയും അവിടുത്തെ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യുന്നു. വൻതോതിൽ ഇത് ഉയർന്നു പോകുന്നത് കൊണ്ട് അവിടെ മർദ്ദം കുറയുകയും കാറ്റില്ലാതാവുകയും ചെയ്യുന്നു. കാറ്റില്ലാത്ത ആ മേഖലയെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഈ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു 30 ഡിഗ്രി അക്ഷാംശങ്ങൾ, അതാണ് ഉപോഷ്ണ മേഖല എന്ന് പറയുന്നത്. 30 ഡിഗ്രി അക്ഷാംശങ്ങൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ആണ് എന്തെന്ന് വിളിക്കുന്ന ഉപോഷ്ണ മേഖല. അപ്പൊ ഈ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ധ്രുവങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുകയും 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ എത്തുമ്പോൾ തണുത്ത് ഭാരക്കൂടുതലുള്ളതായി താഴുകയും ചെയ്യുന്നു. അങ്ങനെ ഉപോഷ്ണ മേഖലയിൽ മർദ്ദം കൂടുന്നു. അതുകൊണ്ട് ആ മേഖലയെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നു. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുവാൻ കാരണം ഇതാണ്. മധ്യരേഖയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ധ്രുവങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുകയും എന്നാൽ 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ എത്തുമ്പോൾ, ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോൾ അത് തണുത്ത് ഭാരക്കൂടുതലുള്ളതായി താഴുകയും ചെയ്യുന്നു. അങ്ങനെ ഉപോഷ്ണ മേഖല ഒരു ഉച്ചമർദ്ദ മേഖലയായി മാറുന്നു. അടുത്തത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമുള്ള അക്ഷാംശങ്ങളെ ആണ് ആ മേഖലയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. 60 ഡിഗ്രി അക്ഷാംശങ്ങൾ, 2 അർദ്ധഗോളത്തിലും 60 ഡിഗ്രി അക്ഷാംശങ്ങളെയാണ് ഉപധ്രുവീയ മേഖല എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മേഖലയിൽ ഭൂമിയുടെ ഭ്രമണം മൂലം അവിടുത്തെ വായുവിനെ ചുഴറ്റി എറിയപ്പെടുന്നു. അവിടെ നിന്ന് കൊറിയോലിസ് സ്വഭാവം മൂലം, ഭൂമിയുടെ ഭ്രമണം മൂലം അവിടെ നിന്ന് വായുവിനെ ചുഴറ്റി എറിയപ്പെടുന്നു. അങ്ങനെ അവിടെ വായു നഷ്ടപ്പെടുന്നു. അവിടെ
ന്യൂനമർദ്ദമായി മാറുന്നു. ഇവിടെ ഉപധ്രുവീയ മേഖലയിൽ ന്യൂനമർദ്ദമായി മാറുന്നു. അപ്പൊ അതിനെയാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. കൊറിയോലിസ് പ്രഭാവമാണ് ഇതിന് പ്രധാനമായും കാരണമായി തീരുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ ദിശ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇത് കൊറിയോലിസ് പ്രഭാവം മൂലമാണ് വായു അവിടെ നിന്ന് ചുഴറ്റി എറിയപ്പെടുന്നത്. അങ്ങനെ അവിടെ വായു കുറയുകയും ന്യൂനമർദ്ദമായി തീരുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അടുത്തത് ലാസ്റ്റ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, മർദ്ദം കൂടിയ മേഖല. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടിയ മേഖല. ധ്രുവീയ ഭാഗത്ത് ഉച്ചമർദ്ദമാണ്, കാരണം അവിടെ തണുപ്പ് കൂടുതലാണ്, നീരാവിയുടെ അഭാവവും ഉണ്ട്. അതുകൊണ്ട് അവിടെ ഉച്ചമർദ്ദ മേഖലയായി തീരുന്നു. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായി ആ പ്രദേശം തീരുന്നു, ഇവിടെ ധ്രുവ പ്രദേശം. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ 4 മർദ്ദ മേഖലകൾ: മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇത്രയാണ് ആഗോള മർദ്ദ മേഖലകൾ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് PSC പരീക്ഷകളിൽ. LDC പോലുള്ള പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.